ഈസി ആയിട്ടുള്ള ഒരു കുസൃതി ചോദ്യമാണ്. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നതിന് ഒന്നിന്റെ മുകളിലുള്ള നമ്പർ ഏതാ? ഒന്നിന്റെ മുകളിൽ 2, രണ്ടിന്റെ മുകളിൽ 3, മൂന്നിന്റെ മുകളിൽ 4, നാലിന്റെ മുകളിൽ 5, അഞ്ചിന്റെ മുകളിൽ 6, ആറിന്റെ മുകളിൽ 7. അല്ല, ആറിന്റെ മുകളിലുള്ളത് പാലം. പാലോ? ആറിന്റെ മുകളിൽ സാധാരണ മീനച്ചിലാറിന്റെ മുകളിൽ പാലം. നിഷാൻ ആ ചോദ്യം ചോദിക്കുന്നത് അത് ഓർത്തോണം. ഓക്കെ. നിഷാൻ ആ ചോദ്യം ചോദിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് കൃഷ്ണേന്ദു. ഞാൻ പെരുമ്പളത്താണ് താമസിക്കുന്നത്. ഞാൻ മിഠായിപ്പൊതിയുടെ മിഠായിപ്പൊതി കൂട്ടുകാരിയാണ്. ഞാൻ മിഠായിപ്പൊതിയുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. ഇവരെന്റെ കൂട്ടുകാരാണ്. അപ്പൊ ഞാൻ ഇവരിവിടെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇവരിവിടെ വരുമെന്നൊക്കെ പറഞ്ഞു. വളരെ സന്തോഷം. ഞങ്ങളുടെ പെരുമ്പളം ഇഷ്ടമായോ? എന്റെ പേര് കൃഷ്ണജിത്ത്. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ കലോത്സവത്തിനൊക്കെ പോകാറുണ്ട്. കന്നഡപ്പദ്യം. കന്നഡയോ? കന്നഡ പദ്യം. ബൈ ബൈ. ഞങ്ങൾ രണ്ടുപേരും ക്വിസ് മത്സരത്തിനും കലോത്സവത്തിനൊക്കെ പോകാറുണ്ട്. കൃഷ്ണന്തു കലോത്സവത്തിന് ഏതിനൊക്കെയാ പങ്കെടുക്കുന്നത്? ഞാൻ മോണാക്ട്, പ്രസംഗം, ഹിന്ദി പദ്യം, കന്നഡ പദ്യം ഇതിനൊക്കെ പങ്കെടുക്കാറ്. ഞാനൊക്കെ കലോത്സവത്തിന് ഒന്ന് സ്കൂളിൽ നിന്ന് ജയിച്ചു പോകാൻ ഇപ്പൊ പ്രയാസപ്പെടുക. ഇപ്പോഴാണ് കന്നഡ പദ്യം എങ്ങനെ പറ്റുന്നത്? ഞാൻ ജില്ലയിലൊക്കെ പോയിട്ടുണ്ട്. വലിയ പ്രശ്നമൊന്നും. ഞാൻ ജില്ലയിലൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് മിഠായിപ്പൊതിയുടെ ഒരു അവധിക്കാല ഇതില്ലേ, അതിൽ ഞാൻ ചേരുന്നുണ്ട്. സമ്മർ ക്യാമ്പ്. യെസ്, അതിന് ചേരാനാണ് പദ്ധതി. അതെ. എന്തായിരുന്നു അതിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് കൃഷ്ണ? ഞാൻ മിഠായിപ്പൊതി ആയോണ്ട് ഒരു സമ്മാനം, പിന്നെ നമുക്ക് സർപ്രൈസിംഗ് ഒക്കെ ആയിരിക്കുമല്ല. ഒരു വിങ്ങിറ്റ് എന്നുള്ള ഇതിൽ തന്നെ ഞാൻ ഇന്ന് വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. അപ്പൊ വിങ്ങിറ്റ് എന്ന പേരോട് കൂടിയുള്ള ആ ഒരു സമ്മർ ക്യാമ്പിൽ ചേരാൻ ഞാൻ വളരെ ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള കൂട്ടുകാരും കൂടെ ഒക്കെ ആകുമ്പോൾ നല്ല സൂപ്പർ ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും മിഠായിപ്പൊതി എന്തായാലും ഒരുക്കുന്നത്. അതൊക്കെ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? അതുപോലെ രസകരമാക്കണമെന്നാണ് ഞങ്ങളിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അനിയനും കാണത്തില്ലേ? പിന്നില്ലേ.